ഒരു സൺഡേ മിനി വ്ളോഗാണിത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി ഞാനും വാപ്പിച്ചു ഉമ്മച്ചി ജസലോ ഇക്ക എല്ലാവരോടും കൂടി കസിൻ്റെ ചെറുക്കൻ വീട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇടവെട്ടിയിലായിരുന്നു കേട്ടോ. അവിടെ പോയത് ഞങ്ങളുടെ ഫേവറേറ്റ് ഉണ്ട് പൂച്ചകളെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്താണ്. കൊച്ച പിന്നെ ഞങ്ങളുടെ കയറിയില്ല, സൽമാച്ചിരൊക്കെ കൂടി ആട്ടോ വന്നേ. അതിന് ഞങ്ങൾ പോയത് അവിടെ വെൽക്കം ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും ഞങ്ങൾ മാറിയിരുന്നു. വാപ്പിച്ചൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം അവർ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബിരിയാണിയും അതുപോലെ തേങ്ങാച്ചോറും ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, പുതിയ കാറിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് കൊന്താലപ്പള്ളി വരെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷപ്പായിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളൊരു കസിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. ഹൗസ് വാമിങ് പെരുമ്പളിച്ചിറയിലായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ പോയി വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും ഇൻകൂസ് 2 പ്രാവശ്യം ഇച്ചിരി നേരം ഉറങ്ങും എണീക്കും, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെയും ബിരിയാണി ആയിരുന്നു കേട്ടോ, ബീഫ് ബിരിയാണി ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പയ്യനെ പോകാനായിട്ട് ഇറങ്ങി. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു, നല്ല വിഷയാക്കിയില്ല. ഞങ്ങൾ വന്ന് പിറ്റേന്ന് സ്കൂളൊക്കെ പോകണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ നേരെ തൊടുപുഴയ്ക്ക് പോയിട്ടോ. കൊച്ചിനും ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ കുറേ കടയിൽ കയറിയെങ്കിലും കൊച്ചിന് മാത്രം നമുക്കൊന്നും തന്നെ കിട്ടിയില്ല. എന്നിട്ട് ഇവിടെ ഞങ്ങളൊരു കടയിൽ കയറി. നമ്മുടെ വെങ്ങലൂർ തന്നെയുള്ള ഒരു കടയാണ്. അവിടെ കയറി ഇക്കാക്ക് ഷർട്ടിന് തുണി മുറിച്ചെടുക്കാം, മെറ്റീരിയൽ മുറിച്ചെടുത്ത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കും. നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും കൂടി ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ അവിടെ നിൽക്കാക്ക് ഷർട്ടിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി മടക്കത്താനത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.